ഹലോ ഗൈസ്, വൺ പീസ് കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു എനിക്കൊരു പൈററ്റായി മാറണമെന്ന്. എന്നാൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാൻ ഒരു പൈററ്റായി മാറാൻ പോകുവാണ്. വെറുമൊരു പൈററ്റല്ല, ഐ ആം ഗോയിങ് ടു ബിക്കം ദി കിങ് ഓഫ് ദി പൈററ്റ്, നമ്മുടെ ലൂഫിനെ പോലെ തന്നെ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വിൻഡ്രോസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു പൈററ്റഡ് ഗെയിം. പൈററ്റഡ് ഗെയിം അല്ല, പൈററ്റ്സിൻ്റെ ഒരു ഗെയിം. അത് ഞാൻ ഇന്ന് മുതൽ കളിക്കാനായിട്ട് തുടങ്ങുവാണ്. ആൻഡ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് കിങ് ഓഫ് ദി പൈററ്റ് ആകണം എന്നാണ്. സോ നമുക്ക് എന്തായാലും നോക്കാം എനിക്കാകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ലൂഫിനെ പോലെ ചിലപ്പോൾ 10-20 വർഷം എടുക്കുമായിരിക്കും, എങ്കിലും നോക്കിയേക്കാം. സോ നമുക്ക് എന്തായാലും ഗെയിം പ്ലേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഗെയിമിനെ പറ്റി എനിക്കൊരു കുന്തം അറിഞ്ഞൂടാ. സോ കംപ്ലീറ്റ് ഒരു നൂബിനെ കളിക്കുന്ന പോലെ ആയിരിക്കും അത് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. പക്ഷേ ഞാൻ ലൂഫിനെ പോലെ ആയിരിക്കും. കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടോപ്പിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഞാൻ അഫ്കോഴ്സ് ലൂഫി എന്നാണ് പേരിട്ടിട്ടുള്ളത്. ബിക്കോസ് നമ്മുടെ എയിം എന്ന് പറയുന്നത് കിങ് ഓഫ് ദി പൈററ്റ്സ് ആണ്. സോ ഞാൻ ഒരു ഔട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യാനാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തു, എല്ലാം സെറ്റാക്കിയിട്ട് നോക്കിയപ്പോൾ ഓഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നു. അതുകൊണ്ടാണ് താഴത്ത് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഔട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു ഷിപ്പിലുണ്ടായിരുന്നു. ആ ഷിപ്പിലേക്ക് നമ്മുടെ വില്ലനായിട്ടുള്ള ബ്ലാക്ക് ബീഡ് വന്നു. അവിടെ വെച്ച് നമ്മളൊരു സാധനം കൈകൊണ്ട് ഒരു മാസ്ക് പോലത്തെ സാധനം, അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതെടുത്തപ്പോൾ ബ്ലാക്ക് ബീഡ് നമ്മളെ പിന്നിൽ നിന്ന് വെടിവെച്ച് നിലത്തിട്ടു. എന്നിട്ട് അവൻ നേരെ നമ്മളെ ഇങ്ങോട്ട് എടുത്തെറിഞ്ഞു, കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐലൻഡിൽ വന്ന് പെട്ടിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നതെന്നൊക്കെ ഇനി നമുക്കറിയണം, കണ്ടുപിടിക്കണം. അങ്ങനെയാണ് സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇനി നമുക്കിവിടെ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ കറണ്ട് ക്യാരക്ടർ ലൂഫി. ഇനി നമുക്ക് എന്തായാലും അതൊക്കെ സെറ്റാക്കാം. പിന്നെ നമുക്കിവിടെ പുരാതനമായ പല പല ജീവികളും ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന ഡോഡോ. അപ്പുത്തേ വള, നമുക്ക് ഇതുപോലത്തെ ജീവികളെ തല്ലിക്കൊല്ലണം. വേണ്ട, പെട്ടെന്ന് തല്ലിക്കൊല്ലാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മളിവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണം. നല്ലൊരു ക്യാമ്പ് നോക്കി വേണം നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്കൊരു എന്താ പറയുക, ആ ഒരു ക്യാമ്പ് ഫയർ പോലത്തെ സാധനമൊക്കെ സെറ്റാക്കണം. എങ്കിൽ മാത്രമേ ഈ ചിപ്പി ഞണ്ട് എന്താ പല പല സാധനമൊക്കെ ഉണ്ട് എടാ. ഓക്കെ, ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ആദ്യം തൽക്കാലം ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റാക്കി വെച്ചേക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, കേട്ടോ കത്തുന്നാണ്ടാ. ഇനി നമുക്ക് ഇവിടെ ഒരു വീട് റെഡിയാക്കണം. ഇവിടെയാണ് നമ്മുടെ വീട് ഞാൻ പണിയാൻ പോകുന്നത് കേട്ടോ. ഇതേപോലെ ഇത് ഒറ്റ വ്യൂ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് മരം വെട്ടണം. കുറച്ച് മരം വെട്ടാനുണ്ട്. മരം വെട്ടുന്നതിൻ്റെ ഇത് കണ്ട, ഇത് കണ്ട. ഇനി അത് പതുക്കാതെ കൂട്ടുപോയി ഇനി നിലത്താട്ട് വീഴും. മഴയൊക്കെ നമുക്ക് വേണം. തേങ്ങ വീഴുന്നുണ്ട് കേട്ടോ നിലത്താട്ട്, ആവശ്യം വരും. കണ്ട മറിഞ്ഞു വീഴുന്ന ഒരു വെറും 10 GB കണ്ടില്ല ഈ ഗെയിം. 8 GB കൊണ്ടുള്ള ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആലോചിച്ച് നോക്കി. ഈ ഗെയിമിനാണ് ഇത്ര ഒക്കെ വുഡ്സൊക്കെ കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. ആയിക്കോട്ടെ. ഓക്കെ, എത്രയും പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നുണ്ടോണേ. കണ്ട നൈസല്ലേ. നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിനു മുമ്പ് പണിയാനുണ്ട്. അതിലിപ്പോൾ എന്തൊക്കെ പണിയാൻ പറ്റും നമുക്ക് ബാക്ക് പാക്കായിട്ടെല്ലാം പണിയാൻ പറ്റുമോ? ഓക്കെ, സ്റ്റോറേജിന് നെയിൽസ് വേണം. നമുക്ക് കഴിഞ്ഞാൽ തൽക്കാലം സ്റ്റോറേജിന് വേണ്ടി ഇവിടെ ഇരിക്കട്ടെ. ഈ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കുക. ഇവിടെ വെക്കാം. വേണ്ട, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് വേണം കയ്യിൽ കഴിക്കാനുള്ള. ഇത് വേണ്ട. ബാൻഡേജ് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത്ര സാധനം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെയുള്ള സാധനങ്ങളെ കളക്ട് ചെയ്യണം. നിങ്ങളെ ആ ഒരു ഇതൊക്കെ കണ്ട, കോടയിലേക്ക് എടുക്കുന്ന സ്റ്റൈല് കണ്ട, പൊളി ഗെയിം. ഇതൊക്കെ പൊട്ടിച്ച് മാറ്റാൻ പറ്റും ഇവിടുന്ന്. പൊട്ടിച്ച് മാറ്റാന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ പൊട്ടിച്ച് മാറ്റുന്നത് നമുക്ക് ആവശ്യമില്ല. ഈ ആണി എങ്ങനെ കിട്ടുമെന്ന് അറിയാം. ആണി കിട്ടി. ഓക്കെ, ആണി കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടി പൊട്ടിച്ച ആണി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബേസ് ആണ് കേട്ടോ.
ഫ്ലോറായിട്ട് സ്റ്റോണൊന്നും വേണ്ട, നമുക്ക് ഇത് മതി. ഇതാണ് അവിടെ ബേസ്. നമ്മൾ ചെറിയൊരു വീടായിരിക്കും കെട്ടാൻ പോണത്. ചരിക്കാനൊക്കെ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ചെറിയ വീട് കിട്ടും, എന്നിട്ട് നമ്മൾ ഭാവിയിലൊരു വലിയ ക്യാസിൽ തന്നെ കിട്ടും, നമ്മുടെ ഒരു സ്ഥലം എന്ന രീതി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആദ്യത്തെ ഇത്. ബേസിക്കലി പറഞ്ഞാൽ ഒരു മൈൻക്രാഫ്റ്റ് തന്നെയാണെന്ന് പറയാം, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലാൻ ഫൈബർ 2 ഇതായിരിക്കും നല്ല ബെറ്റർ. മൈൻക്രാഫ്റ്റിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല. മൈൻക്രാഫ്റ്റിനെ കുറിച്ച് നല്ല ഞാൻ പറഞ്ഞില്ല, മൈൻക്രാഫ്റ്റിന് നല്ല ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഓ ഷിറ്റ്, നമുക്ക് റിസോഴ്സസ് ഇല്ല. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടോ? റോപ്പേ ഉള്ളു. നമുക്ക് പ്ലാൻ ഫൈബർ വേണം. പ്ലാൻ ഫൈബർ അതിന് മുമ്പ് നമുക്കൊരു വർക്ക് ബെഞ്ച് വേണം. വർക്ക് ബെഞ്ച് ക്രാഫ്റ്റിങ്ങിൻ്റെ അത് വർക്ക് ബെഞ്ച് എന്തേ? വർക്ക് ബെഞ്ച് ആവശ്യമാണ്. വർക്ക് ബെഞ്ച് ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോൺ പിക്കാക്സ്, വർക്ക് ബെഞ്ച് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ പഠിക്കണം ഇനി. അപ്പോൾ നമുക്കിനി കുറച്ച് ഇത് വെട്ടിയിട്ട് വരാം. പറ്റിയെന്ന് എനിക്കറിയാമല്ല. ഇതിൻ്റെ ഗ്രാഫിക്സ് കണ്ടോ നിങ്ങൾ? നോക്കിയാൽ താലിരിക്കണ ഇത് കണ്ടാ, സൂര്യപ്രകാശം, മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു. നല്ല ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഗെയിം ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കളിച്ച് തീർക്കും. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം മറക്കണ്ട. നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് കിങ് ഓഫ് ദി പൈററ്റ് ആകുക എന്നുള്ളതാണ്. ആ ബ്ലാക്ക് ബീഡ് തെണ്ടീരെ കൊല്ലണം. പക്ഷെ ബ്ലാക്ക് ബീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്, ബിക്കോസ് ഈസ് സോ ഗുഡ് ഇൻ വൺ പീസ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് വേറൊരു നാറിയണം. അതിൻ്റെ അകത്ത് നാറിയൊക്കെ തന്നെയാണ് എങ്കിലും അപ്പം കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു പുതിയൊരു സെറ്റപ്പാണ്. നമുക്ക് ഭാവിയിലെല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കെ എന്നോട്. നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ദീപന ഇവിടുന്ന് മാറ്റണം. ഓക്കെ, ഇവിടെ ഒക്കെ ജനൽ വെക്കാം. ജനല് അയ്യോ ഇവിടെ ഇരിക്കത്തില്ലേ? ഇരിക്കും, കുഴപ്പമില്ല, കൊള്ളാം. പുറത്ത് നടക്കുന്നത് എന്താ നമുക്ക് അറിയണമല്ലോ. ഈ പ്ലാൻ ഫൈബേഴ്സാണ് ഏറ്റവും കണ്ടുപിടിക്കാനൊന്നും ഇല്ല, ഇവിടെ കുറേ ഉണ്ട്. എന്നിട്ട് ആ മുട്ട എനിക്കിതാ വേറെയാണ് നടന്നു പോണത്. കാട്ടുപന്നിയാണ്. അവനാണ് അവന്മാരുന്ന് കുഴപ്പമില്ല. അവിടെ നമ്മളിപ്പോൾ തന്നെ ഒരു ബെസ്റ്റ് വീട് നമ്മൾ പണിത്. എയർലി ഗെയിമിൽ ഒരു കിടിലം വീട് നമ്മളിപ്പോൾ തന്നെ പണിതിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റൂഫാണ് വേണ്ടത്. അതായത് റൂഫിന് നമുക്ക് വേണ്ടത് ലാർജ് പ്ലാൻ ഫൈബർ വീണ്ടും വേണം. എന്ത് കഷ്ടമാണ് നോക്കണേ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് സാധനം പണിയാനുണ്ട്. അതിലൊന്നാണ് വീടത്തെ നമ്മുടെ ബെഡ്. ബെഡിന് സാധനമില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഞാൻ തപ്പിക്കൊണ്ട് വരാം, കുറച്ചധികം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഗൈസ്, നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് ഏകദേശം 100-150 പ്ലാൻ ഫൈബേഴ്സ് ഒപ്പിച്ച്. എയർലി ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എനിക്ക് തോന്നുന്നു ഈ പ്ലാൻ ഫൈബേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതിന് നല്ല ഉപകാരമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്കൊരു ബെഡ് സെറ്റാക്കി വെക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, കാര്യം നല്ല ആവശ്യമുണ്ട് ഈ സാധനം.
നമുക്ക് റൂഫാണ് റെഡി ആക്കേണ്ട. റൂഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് മേലോട്ട് ഒരെണ്ണം കൂടെ 1 2 3 4 ഇനി ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കൊട്ടാരമാകാൻ പോകുന്നത്. ഇവിടുന്ന് വേണം നമ്മൾ വലിയ വലിയ സാധനങ്ങളൊക്കെ ഇനി പണിയാൻ. ആ ബ്ലാക്ക് ബീഡ് തന്നെ എനിക്കത് കാണാനുണ്ട്. അവിടെ ഇനി എന്ത് ഒരു കാഴ്ച അവിടെ നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ഹോൾസിൻ്റെ അകത്ത് നമ്മളൊന്നും കണ്ടു. കുഴപ്പമില്ല, അവിടെ ഇരുന്നോളൂ. കുറച്ച് കുഴപ്പമില്ല. അകത്ത് നോക്കാൻ നേരത്ത് വൃത്തികേടില്ലെങ്കിലും പുറത്ത് നോക്കാൻ നേരത്ത് എന്തായാലും നല്ല വൃത്തികേടായിരിക്കും. കണ്ട അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തട്ടിക്കൂട്ടി വീട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ഉണ്ടാവും നോക്കട്ടെ. സ്റ്റേഴ്സ് ബെഞ്ചസ് അത് എങ്ങനെയുണ്ട്? ധാരാളം. പിന്നെ അല്ല എടുത്ത് കൊള്ളാം കേട്ടോ. കണ്ട നൈസായിട്ടൊരു സാധനം. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ വീട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെട്ടി ഉണ്ടാക്കാണ്ട്. പെട്ടി എന്ന് പറയാൻ നേരത്ത് കുറച്ച് സ്റ്റോറേജ് പെട്ടികൾ 5 നെയിൽ വേണം ഇതിന്. ഇതിന് എല്ലാത്തിനും നെയിൽസ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നെയിൽസ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പോകാം. നെയിൽസ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്നാന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. പെട്ടികൾ. പെട്ടി പൊട്ടിക്കണം. പെട്ടികൾ. ഇതാണ് നമ്മുടെ ആദ്യത്തെ രാത്രിയിലെ ശത്രുക്കൾ. ഇവന്മാർ വിളിക്കുന്ന ഡ്രൗണ്ട് എന്നാണ്. കണ്ട അപ്പുറത്തൊരു ഞണ്ട് കുറ്റുണ്ട്. അവന് നോക്കുന്നില്ല. അയ്യോ, രണ്ടും കൂടെ അറ്റാക്ക് ചെയ്യുമന്നാ. അവൻ എന്തൊക്കെ എടുത്ത് എറിഞ്ഞി. ചെറുതായിട്ട് പണി പാളി ഓടറാ മുത്തേ. അവന്മാരെന്നെ ഓടിച്ചിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണം. എൻ്റെ ലൈഫ് ഇപ്പം തീരും. ബാക്കി അവനെ കൊന്നു. ആൾട്ട് പണ്ടാര തോക്കിന് ഉണ്ടയില്ലല്ലോ. ഒരു കാര്യം ചെയ്യ് നോക്കേ, കുറച്ച് നേരം ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുക. ഫുഡ് കഴിക്കാൻ വല്ലതും ഉണ്ടോ? വലുതാകട്ടെ. വലുതാകട്ടെ. അല്ലെങ്കിൽ എന്താണ്ടൊക്കെ കൊച്ചു കേൾക്കണമല്ല. എനിക്ക് പേടിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉറങ്ങാം. ഇന്നത്തേക്ക് ഉറങ്ങി നമുക്ക് ക്ഷീണം തീർക്കാം. ലൈഫില്ല. ഉറങ്ങട്ടെ. കണ്ട പെട്ടെന്ന് പോയണ്ട. ഇപ്പം നേരം വിളിക്കുവേ. ലൈഫും കൂടുന്നുണ്ട്. നട്ടുച്ചയായി. എണീക്കടാ. ഇത്ര പെട്ടെന്നല്ല ലൈഫ് തീർന്ന. ഇല്ല അവൻ പോണ്. നീ പോകത്തില്ല. നീ പോകത്തില്ല. ഞാനുണ്ട് ഇവിടെ. എടാ മാഞ്ഞു എന്ത് സാധനം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതാണ് പൊട്ടിക്കേണ്ടത്. ഇതിനകത്ത് ആൾട്ട് ചെയ്ത് എയിം ചെയ്യാൻ പറ്റുമോ? പെട്ടി വേണം. പെട്ടി തപ്പട്ടെ പോയി. അവിടെ കുറെ പെട്ടി ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടിയൊന്നുമില്ല. പെട്ടിയില്ല. എടാ നീന്താൻ പറ്റുമോ അവിടെ എനിക്ക്? നീ ഒരു കോള് വന്ന അതിനിടക്ക് ബസ്സില്ല. നമുക്ക് എന്തായാലും ബാക്കി അവിടെ നോക്കാം. അപ്പോൾ വെള്ളത്തിൽ കുറേ നേരം കിടന്നാലും നമുക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ അത് ആണിയുണ്ടാ? എനിക്ക് തോന്നുന്നു ഇവന്മാരെ പൊട്ടിക്കണം. ഇവന്മാരെ പൊട്ടിച്ചാലേ ആണി കിട്ടുള്ളൂ. കണ്ടില്ല, അത് ആണിയുണ്ട്. കേട്ടോ നെയിൽസ് കിട്ടി. അതുപോലെ ഉണ്ടോ?
ഇല്ല, അതിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു. ഷിപ്രക്കാണ്. നമുക്ക് ഫുഡ് കണ്ടോ, ഈ പച്ച സാധനം നിന്ന് നമുക്ക് നീന്താൻ പറ്റും. പെട്ടെന്നോ ആ ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീന്താം കേട്ടോ. ഓടട്ടെ ഓ, ഇത് പൊട്ടുക. ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ വുഡ് മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു. അല്ല, നെയിലുണ്ട് കേട്ടോ. നെയിലുണ്ട് അതിനകത്ത്. ഇത് പൊട്ടുക. ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് മോനെ പൊള്ളി സാധനമാണ് കേട്ടോ. ഞാനങ്ങനെ ഗെയിമൊന്നും കളിക്കാറില്ല, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലെ നെയിൽസ് കിട്ടിയടാ. ഇവിടെ നെയിലുണ്ടായിട്ടാണ് ഞാൻ അത്രയും ദൂരം ഓടിപ്പോയത്. നമ്മുടെ ആ ഒരു വീടിൻ്റെ അവിടെ എത്താത്ത നമുക്ക് ആ ഒരു എനർജി കൂടിക്കൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഇത്, സ്റ്റാമിന കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് എന്നാണ് അതിൻ്റെ പേര്, സ്റ്റോറേജ്. ഒരു വലിയ വെട്ടി ഇവിടെ വെക്കാം. അല്ല, 2 വെട്ടി വെച്ചേക്കാം അല്ലേ, ആവശ്യം പറ്റും നമുക്ക്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് ക്യൂ ഇട്ട് കഴിഞ്ഞാൽ എന്നാ പറ്റും? ഓ, ഇവിടെ ആയിരുന്നു. ഹേയ്, ഉറങ്ങല്ലേ. എടി, ഇവന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് രാവിലെയും കിടന്നുറങ്ങി രാത്രിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് സൂര്യൻ പോയ പോലെ ഡൗട്ട് എനിക്ക്. അവിടെ പ്ലാൻ ഫൈബർ പോട്ടെ, ഇത് പോട്ടെ. നമുക്ക് ഇന്നുമട തടിയിരിക്കട്ടെ, നെയ്ല് വേണ്ട. ഇനി നമുക്ക് ഇവനെടുത്ത് കൈ വെച്ചേക്കാം. എന്തിലാ പിടിച്ച് ഞെക്കിയപ്പോൾ വന്നാൽ എന്താന്ന് പോലും മനസ്സിലാക്കിയില്ല. നമുക്ക് ഇവനെ പൊട്ടിക്കണമല്ലോ. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ചാൽ നമുക്ക് സാധനം കയ്യിലേക്ക് തിരിച്ച് വരത്തില്ല. ആ എക്യുപ്മെൻറ്റ്സ് ആയിട്ടേ വരത്തുള്ളൂ. തേങ്ങ നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് കല്ല് കയ്യിരിക്കുന്നോട്ടെ. പ്ലാൻ ഫൈബർ അതിൻ്റെ അത് ഇരിക്കട്ടെ. സ്നെയിൽ ഇത്രയൊക്കെ മതി നോക്കിയിപ്പോൾ. നമുക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതായത് സ്ട്രക്ചേഴ്സായിട്ട് വീട് ശ്രമിച്ച ഫാർമിങ്ങിന് വേണ്ടി ഇതെന്ത് സാധനം. ഓ, നമുക്ക് ഡെക്കറേഷനൊന്നും വേണ്ട, സ്റ്റേഴ്സ് ഒക്കെ പോട്ടെ. അപ്പം ഇത്രയൊക്കെ തന്നെ ഇവിടെ ഉള്ളു. ഇനി നമുക്ക് വേണ്ടത് മെയിനായുള്ള കാര്യങ്ങൾ ഇതെന്നാ, സിഗ്നൽ ഫയർ, ആനിമൽ ഫാറ്റ് വേണം, വുഡ് വേണം. ഓക്കെ, ഇത് ടോർച്ച്, ഇത് ടെൻറ്റ്. ഒരു ടെൻറ്റ് അടിച്ചേക്കണം. വർക്ക് ബെഞ്ച് കുക്കിങ്ങിന് വേണ്ടി പറഞ്ഞാൽ അത് വിട്ടുകൂട്ടുന്നതാണ്. വെളിച്ചവും കിട്ടും. പിന്നെ ആർമർ ആൻഡ് ക്ലോത്ത്സ്, ഇതിന് എന്തൊക്കെ വേണം? കൊറോസിക് ഫാബ്രിക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? വർക്ക് ബെഞ്ച് എന്ത് ഫാബ്രിക് ഉണ്ട് അതിൻ്റെ, അത് ഫാബ്രിക്. കൊറോസിക് ഫാബ്രിക്. ഓ, ഇവിടെയാണത്. കൊറോസിക് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എനിക്ക് ബൂട്ടൊക്കെ ഉണ്ടാക്കാടാ മോനെ. ഇനി ഞാൻ റിച്ച് ആകും. ഇത് റേറിറ്റി അനുസരിച്ചൊക്കെ കൊണ്ടാണ്. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണം അല്ലേ? യു ഹാവ് നോ എക്യുപ്മെന്റ്സ് അപ്ഗ്രേഡ്. ഇത് വർക്കർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുവാടാ. ഇതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഒരു ബാഗ് ഉണ്ടാക്കി വെച്ചേക്കാം. ബാഗ് എന്തായാലും ആവശ്യം വരും. ബാഗ് കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ലോട്ട് കൂടും. പിന്നെന്താ, റിപ്പയർ കിറ്റ് എന്തിനാണെന്നറിയാമല്ല.
ഓ ഇതുണ്ടെങ്കിൽ കോപ്പർ ഇങ്കറ്റ് ആക്കാം അല്ലേ? ഓക്കെ 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 ഓക്കെ. സ്റ്റോൺ പിക്കാക്സ് ഇത് അത്യാവശ്യം ഒരു ഏർലി ഗെയിമിന് വേണ്ട എല്ലാം നമ്മൾ സെറ്റാക്കി. നമുക്കൊരു വർക്ക് ബെഞ്ചായി, നമുക്കൊരു ഷെൽട്ടറായി, ഒരു വീടായി. വീടിന് എൻട്രൻസ് കൂടെ പണിയണം, അല്ലെങ്കിൽ ഷൂ ആവും. വീടിന് എൻട്രൻസ് കൂടെ വേണം. വീടിന് എൻട്രൻസ് ആയിട്ട് നമുക്ക് ഡോറ് ഒരു ഡബിൾ ഡോർ തന്നെ വെക്കണം. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിയായിരിക്കണം. ഡബിൾ ഡോർ വെച്ചിട്ട് കാര്യമുണ്ട്. നമുക്ക് ഡബിൾ ഡോർ വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററായിട്ട് കിട്ടുമോ ഡബിൾ ഡോർ? ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏങ്കോളിച്ച് പോകും ഡബിൾ ഡോർ വെച്ച് കഴിഞ്ഞാൽ. അത് ഇവിടെ വെക്കണം ഡോർ. ഇവിടെ ഡോർ വെക്കണ്ട. അപ്പോൾ നേരെ താഴത്തോട്ട് ഇവിടെ 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 ഇരിക്കും. ഡോർ എങ്ങനെ തുറക്കണം? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം വാൾസ് തന്നെയാണ് വേണ്ടത്. ഇതിനെ തന്നെ ആക്കാം. വെക്കുന്നതിന് കുറച്ച് നാക്കൊക്കെ ഉണ്ട്, അങ്ങനെ വെച്ചാൽ മതി. 45 ഡിഗ്രി ആംഗിളുള്ള എന്തോ സാധനമൊക്കെ ഞാൻ കണ്ടായിരുന്നില്ല. ഓക്കെ 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 അപ്പം നമ്മുടെ മൂഞ്ച് ഷെൽട്ടറും അങ്ങനെ പണിതു. ഗൈസ് നിങ്ങളാരെയും പേടിക്കണ്ട, ഇത് നമ്മുടെ ഒരു എയർലി ഗെയിമിൽ ഇതൊക്കെ പീക്ക് ലെവൽ സാധനങ്ങളാണ് കേട്ടോ. നമുക്കിതിൽ ടെൻ്റ് ഉണ്ട്. അതെ, അവർ ഇത് സെറ്റാക്കിയേക്കാം. റിബൽ പോയിന് സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. കിട്ടുന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമുക്ക് അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. എന്താണെന്ന് അറിയണമല്ലോ നമുക്ക്. ഓക്കെ, 15 men on dead man chest. അപ്പോൾ എന്താണൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആദ്യം തന്നെ 8 അടിച്ച് നോക്കാറുണ്ട്. ഒരു ലാൻഡേൺ ആണ്. ഓക്കെ, ഒരു ലാൻഡേൺ ഇപ്പോൾ വെക്കണ്ട, അതിന് എണ്ണ കുറവാണെന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട്. പിന്നെ വേറെ എന്തൊക്കെ കിട്ടിയ? പിന്നെ എന്തൊരു ഗോൾഡ് സാധനം കിട്ടിയതല്ല. നോക്കാം. അടിപൊളി മോനെ, വിഷയം. ഞാൻ ഡ്രാക്കുള മിഹോക്കായി പെട്ടെന്ന്. മോനെ കാലക്ക് സാധനം. എവിടെ കുറച്ച് പന്നീനെ തല്ലിക്കൊന്നിട്ട് വരാം. ഇനി നമുക്ക് യുദ്ധം. ഇനി നടക്കപ്പോകത് യുദ്ധം. ഇതെന്ത് സാധനമാണ്? ഫൈൻഡ് പൈററ്റ് ചെസ്റ്റ് 50 men. ഓ, ഇത് ആ ഒരു മാപ്പാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാം. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സാധനമൊക്കെ ഡിസ്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചലഞ്ചസ് ബേഡ് ഹാൻഡ് കണ്ട, ഇത് രണ്ടും നമുക്ക് തീർക്കണം. അപ്പോൾ ഒരു കാര്യം പൊന്നെ, ഇത് നീ ഇവിടെ ഉണ്ടായിട്ടാണ് ഞാൻ ഇത്ര നാൾ അറിയാൻ. ഞാൻ എന്തേ കാട്ടുപോത്ത്. ഒരു മിനിറ്റ്, ഞാൻ ഇവനെടുത്തേ ഫസ്റ്റിലായിട്ടെ. എന്തായാലും തോക്കി ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ തോക്കി ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സർവൈവല്ല. ആദ്യമൊക്കെ നമ്മളപ്പോൾ അങ്ങനെ നിൽക്കാവുള്ളൂ. എടാ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവനെ ഞാൻ എന്ത് ചെയ്യും? ഇവനോട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഓർത്ത് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇത് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. മാപ്പ് ഇത് തന്നെയല്ലേ കാണി? അല്ല, മാപ്പ് നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്.
എടി ഇവിടെ കുറെ പേര് ചത്തി കിടപ്പുണ്ടാ. ദേ എഴുതാൻ കിടക്കണ ദേ. മക്കളെ നിനക്കൊക്കെ എന്ത് പറ്റിയടാ? ആരാടാ നിന്നെയൊക്കെ കൊന്നത്? 4 പേരോടെ ചത്തി കിടക്കണ്ട. ആ നമ്മള് നോക്കിയത് ആളെ കിട്ടിയടാ. മാടക്കാട്ട് പന്നി. ആ ആവോ നീ 2 ജന്മം ജനിക്കണേ നീ എന്നെ കൊല്ലാനായിട്ട്. മരണം എർലി ഗെയിമിൽ സ്വാഭാവികമാണ്. അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ആ നായിൻ്റെ മോന്, ആ പന്നീൻ്റെ മോൻ എങ്ങനെ എന്നെ കൊന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവനെ ഞാൻ കൊല്ലും. കാട്ടുപൂച്ചേ. അല്ല പിന്നെ എൻ്റെ എല്ലാം കിട്ടി എനിക്ക് തിരിച്ച്. എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. എന്നല്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ ഈ വേട്ടവാളിയന്മാർക്ക്. എന്ത് ചെയ്യാൻ പറ്റും എനിക്കിവിടെ? ഈ ഉമ്മാരുടെ അടുത്ത് എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. എനിക്കറിയാൻ മേല, അതുകൊണ്ടാണ്. ശേ എന്തായാലും പാവപ്പെട്ടവന്മാരാരാണ്ട് കൊന്നിട്ടാന്ന് തോന്നുന്നു. ബ്ലാക്ക് ബീഡാണെന്ന് തോന്നുന്നു. ഇവന്മാരെ 4 പേര് ഇവിടെ. അപ്പോൾ ഇവിടെ നടുക്ക് കുഴിക്കാൻ പറ്റുവാടാ. അങ്ങനെ എന്തെങ്കിലും ആണെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വരുന്ന ഗെയിമിൽ എക്സ്പ്ലോർ ചെയ്യാം. ഒരു കാട്ടുപന്നിയുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഇത് കളയാൻ ഒരു ഇതുമില്ല. ബിക്കോസ് എനിക്ക് വിശക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തിയേക്കാം. ആരാണ് എൻ്റെ ഡോറ് തുറന്നത്? ഞാൻ തന്നെയാണ്. അല്ല വിശപ്പിനുള്ള സാധനം എന്തേ? ഫുഡ് എന്താ? ഫുഡ് വാ. എന്നെ കഴിക്കണം. നമുക്കൊരു 8 കബാബ്. കുറച്ച് തിന്നടാ അങ്ങോട്ട് മോണെ. മോണെ ഏതാ? ഇനി ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ ലൂഫീനെ സെറ്റാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ബീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ലൂഫി. ഇനി നമ്മൾ ഒരു പൈററ്റ് ആകാനായിട്ട് പോകുവാണ്. വി ആർ ഗോയിങ് ടു ബിക്കം ദി കിങ് ഓഫ് ദി പൈററ്റ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. നമ്മുടെ ലൂഫി സെറ്റായിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് താവള സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകണം. നമ്മളവിടെ പോയിട്ട് വന്നപ്പോഴാണ് ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തോ ഇവിടെ ആ മച്ചാൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് വന്നപ്പോൾ ഇവിടെ നമുക്കൊരു സാധനം കിട്ടി. ഓക്കെ ഇതെന്നാ ഡിസ്റപ്ഷൻ സ്ക്രീൻ? ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമല്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്തായാലും ആൾക്കറിയാം. അച്ഛനെ നിന്നാരെ കൊന്നെന്ന് എനിക്കറിയാൻ മേല, എന്നോട് ക്ഷമിക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിച്ചേക്കാം. ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും വരാം.